തൃശൂർ ഡി സോൺ കലോത്സവ സംഘർഷത്തിൽ 3 KSU നേതാക്കൾ അറസ്റ്റിൽ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിനെ ഒന്നാം പ്രതിയാക്കി വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായ KSU പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് KSU അറിയിച്ചു. ഫേസ്ബുക്കിൽ പോർവിളിയുമായി SFI KSU നേതാക്കൾ രംഗത്തെത്തി. ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ SFI KSU സംഘർഷവുമുണ്ടായി. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിനും കണ്ടാലറിയാവുന്ന 15 പേർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന SFI നേതാവ് ആശിഷിന്റെയും അഗ്നിവേഷിന്റെയും പരാതിയിൽ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുധേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരെ മാള പോലീസ് ഇന്ന് ആലുവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അതേസമയം അക്രമം നടത്തിയ ശേഷം ആംബുലൻസിൽ KSU പ്രവർത്തകർ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ ആംബുലൻസ് സെൽഫിയിൽ വിശദീകരണവുമായി KSU നേതാക്കൾ രംഗത്തെത്തി. അക്രമം നേരിട്ടത് ഞങ്ങളുടെ ആംബുലൻസിനല്ല. ഞങ്ങളുടെ ആംബുലൻസ് വളരെ ആദ്യമേ പോയ ഒരു ആംബുലൻസ് ആണ്. അതിനുശേഷം അവിടെ അക്രമം അനുഭവപ്പെട്ടത് ജില്ലാ നേതൃത്വം, പരിക്ക് പറ്റിയ ജില്ലാ നേതൃത്വം യാത്ര ചെയ്ത ആംബുലൻസിന് നേരെയാണ്. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു ഗുണ്ടാ സംഘങ്ങളെ പോലെയുള്ള SFI പ്രവർത്തകർ വന്ന് അതിക്രമം നടത്തുകയും ആ ആംബുലൻസിനെയാണ് അവർ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നത്. ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും MTI പോളിടെക് കോളേജിലും KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അലോഷ്യസ് കോളേജിലും നാട്ടിക SN കോളേജിലും കൊടിമരങ്ങൾ തകർത്തു. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനുൾപ്പെടെ നിരവധി KSU പ്രവർത്തകരെ SFIക്കാർ മർദ്ദിച്ചു. അതിനിടെ തലശ്ശേരി പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU നേതാവിനെ ഇന്നലെ രാത്രി 1:30 10ഓളം വരുന്ന മുഖംമൂടി സംഘം ഹോസ്റ്റലിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി മർദ്ദിച്ചു. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലും SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. പത്തനംതിട്ടയിൽ നാളെ KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം പോർവിളികളുമായി KSU SFI നേതാക്കൾ രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 പത്തനംതിട്ട.